നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 9-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ പാചകവാതക വില വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം തീയതി വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വാണിജ്യ ഗാർഹിക സിലിണ്ടറുകൾക്ക് വീണ്ടും വില വർദ്ധിപ്പിച്ചു. വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾക്ക് 60 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിൻ്റെ ശരാശരി വില 920 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. ഡെലിവറി ചാർജ് കൂടി കണക്കിലെടുക്കുമ്പോൾ പലയിടങ്ങളിലും ഉപഭോക്താക്കൾ 1000 രൂപയിലധികം നൽകേണ്ടി വരും. വില വർധനവിനോടൊപ്പം തന്നെ ഗ്യാസ് ബുക്കിങ്ങിലുമൊക്കെ തന്നെ ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് അനുഭവപ്പെടുന്ന പാചകവാതക ക്ഷാമം കണക്കിലെടുത്താണ് ഈ നടപടി. ഇനി മുതൽ 25 ദിവസത്തിനുള്ളിൽ ഒരു സിലിണ്ടർ മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള സുപ്രധാന വിവരമാണ് പുറത്തുവരുന്നത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും സർക്കാർ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ ചെയ്യുന്നവർക്കും ലഭിക്കുന്ന മികച്ചൊരു ആനുകൂല്യമാണിത്. 12 മാസത്തേക്കുള്ള സ്കോളർഷിപ്പ് തുക ഓരോ ഗഡുക്കളായിട്ടാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപേക്ഷകൾ അംഗീകരിക്കപ്പെടുന്നവർക്ക്, അപ്രൂവ് ആകുന്നവർക്ക് ഈ മാസം 25-ാം തീയതി മുതൽ തുക വിതരണം ആരംഭിക്കുന്നതാണ്. അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അപ്രൂവൽ ലഭിക്കാത്തവർ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുക. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അറിയാത്തവർക്കൊക്കെ employment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ഡാഷ്ബോർഡിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാണ്. സംശയങ്ങളുള്ളവർക്ക് ഈ നമ്പറുകൾ വഴി കൃത്യമായ വിവരങ്ങൾ തേടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ധനസഹായ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വരൾച്ചാ ദുരിതം നേരിട്ട കർഷകർക്കുള്ള ധനസഹായ വിതരണത്തിനായിട്ട് നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ തുക എത്തിയതിനെക്കുറിച്ചുള്ള SMS സന്ദേശങ്ങളൊക്കെ തന്നെ ഫോണിൽ ലഭിക്കണമെന്നില്ലാത്തതിനാൽ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബാലൻസോ കൃത്യമായിട്ട് പരിശോധിച്ച തുക ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ കൃഷിയിടങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, അതോടൊപ്പം തന്നെ മൈക്രോ സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ നടപടികൾക്കുമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായോ അല്ലെങ്കിൽ കൃഷി ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ടോ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വിവിധ സംസ്ഥാന സർക്കാരുകൾ പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും നേരിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുന്ന നിരവധി ജനക്ഷേമ പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതേ മാതൃകയിൽ കേരളത്തിലും വിപ്ലവകരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്ന് UDF തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുള്ള 5 പ്രധാന ഉറപ്പുകളാണ് ഇതിൽ ശ്രദ്ധേയമാകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ജൂൺ മാസം മുതൽ ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് ഉയർത്തുകയും അത് എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്യും. കൂടാതെ കോളേജ് തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പ്രത്യേക പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ എന്നിവയാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ 2 മാസത്തെ തുകയായിട്ട് ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൂടി കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക ഒന്നുകിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തെ നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതൽ സാധ്യത. 2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. പവന് 1,20,000 രൂപ എന്ന നിലയിലും ഗ്രാമിന് 15,000 രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.